നമസ്കാരം. അമേരിക്കൻ പ്രതിനിധികൾക്കായി കാത്തുനിൽക്കാതെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും സംഘവും ഇസ്ലാമാബാദ് വിട്ടിരിക്കുകയാണ്. ഇതോടെ പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ നടക്കേണ്ടിയിരുന്ന നിർണായക ചർച്ചകൾ വീണ്ടും വഴിമുട്ടി. ഇറാൻ സംഘം മടങ്ങിയതിന് പിന്നാലെ അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും അവരുടെ പാകിസ്ഥാൻ യാത്ര റദ്ദാക്കിയതായാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും ചർച്ചകൾ പൂർത്തിയാക്കിയാണ് ഇറാൻ സംഘം മസ്കറ്റിലേക്ക് തിരിച്ചത്. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഇവർ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് തന്റെ പ്രതിനിധികളുടെ യാത്ര റദ്ദാക്കിയതെന്നാണ് ട്രംപിന്റെ പക്ഷം. വൈറ്റ് ഹൌസ് നേരത്തെ ഇവർ പാകിസ്ഥാനിലേക്ക് തിരിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇസ്ലാമാബാദിലെ കനത്ത സുരക്ഷയും ലോക്ക്ഡൌണും ഏർപ്പെടുത്തിയ ഒരാഴ്ചയായി പാകിസ്ഥാൻ ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തി വരികയായിരുന്നു. എന്നാൽ നേരിട്ടുള്ള ചർച്ചയിൽ നിന്നും ഇറാൻ പിൻവാങ്ങിയത് ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു. ഇറാൻ സംഘം ഒമാൻ സന്ദർശനത്തിന് ശേഷം റഷ്യയിലേക്ക് പോകുമെന്നാണ് വിവരം. ഇവർ വീണ്ടും പാകിസ്ഥാനിലേക്ക് എത്തിയേക്കുമെന്ന സൂചനകൾ ഉണ്ട് എങ്കിലും ഔദ്യോഗികമായി ഇക്കാരണത്തിൽ യാതൊരുവിധ സ്ഥിരീകരണവും എത്തിയിട്ടില്ല. പാകിസ്ഥാൻ നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും സംഘവും ഇസ്ലാമാബാദ് വിടുകയായിരുന്നു. പിന്നാലെ US ചർച്ചയ്ക്കായി നിയോഗിച്ച സ്റ്റീവ് വിറ്റ്കോഫും വീണ്ടും അവരുടെ യാത്രയും ട്രംപ് സ്വാഭാവികമായും റദ്ദാക്കുകയും ചെയ്തു. എന്തായാലും US പ്രതിനിധികൾ ചർച്ചയ്ക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അവരെ കാത്തു നിൽക്കാതെയായിരുന്നു പോയത്, ഇറാൻ സംഘം പോയത്. ഇതോടെയാണ് ചർച്ചകളാകെ വഴിമുട്ടിയതും. എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണമൊന്നും തൽക്കാലം ലഭിച്ചിട്ടില്ല. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരുമായി ചർച്ചകൾ നടത്തിയ ശേഷമായിരുന്നു ഇറാനെ സംഘം തിരിച്ചുവിട്ടത്. പിന്നാലെ എന്തായാലും ഈ യാത്ര റദ്ദാക്കിയത്, അതായത് വൈറ്റ് ഹൌസിൽ നിന്നുള്ള യാത്ര റദ്ദാക്കിയ കാര്യം അതായത് സ്വാഭാവികമായും ആദ്യ ചർച്ച പരാജയപ്പെട്ട ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രണ്ടാം ഘട്ട ചർച്ച നടത്താനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പൊ മധ്യസ്ഥരായ പാകിസ്ഥാൻകാരായിരുന്നു അതായത് ഈ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചത്. ഒരാഴ്ചത്തോളം ഇസ്ലാമാബാദിൽ ലോക്ക്ഡൌൺ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തി കനത്ത സുരക്ഷ ഒരുക്കിയിട്ടാണ് അതായത് ഈ ചർച്ചയ്ക്കുള്ള അണിയറ ഒരുക്കം നടത്തിയത്. എന്നാൽ ഈ ചർച്ചകൾ എങ്ങും എത്താത്ത സ്ഥിതിയിലായതോടെയാണ് ഇറാൻ സംഘം എന്ത് ചെയ്തത്, തിരിച്ചു മടങ്ങിയത്. ഇതോടെയാണ് ചർച്ച വീണ്ടും വഴിമുട്ടി ഇനി എന്താകും യുദ്ധം എന്നുള്ള ആശങ്കയിൽ ലോകം ഉറ്റുനോക്കുന്നത്.